തലശ്ശേരിക്കാണ് പോയത്. തലശ്ശേരി വടക്കേ മലബാറാണ്, നമുക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലം അവിടെ മിക്കവാറും. ഇപ്പോൾ പഴയ കോട്ടയം രാജാവിൻ്റെ സ്ഥലം എന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ മലബാറിലെ ഏറ്റവും വിദ്യാഭ്യാസം കൂടുതലുള്ള സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരിയും ഒറ്റപ്പാലവുമാണ്. കോഴിക്കോട്ടിനേക്കാൾ പ്രാധാന്യം തലശ്ശേരിക്കാണെന്ന്. കോഴിക്കോട് ജില്ലാ ആസ്ഥാനമായിരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ തലശ്ശേരി അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ വന്നിട്ടുള്ള എവിടെ നിന്നാന്ന് നോക്കിയാലൊക്കെ തലശ്ശേരിയിൽ നിന്ന് പോയിട്ടുള്ളവരാണ്. തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജാണ് ഒരു കാലത്ത് മലബാറിലെ ഏറ്റവും മികച്ച വിദ്യാലയം. തലശ്ശേരി ടൗണിൽ തന്നെ ഏതാണ്ട് ഒരു അര സ്ക്വയർ മീറ്ററിനുള്ളിൽ 5 ഹൈസ്കൂളുകളുണ്ട്, ഒരു ട്രെയിനിങ് സ്കൂളും. ഇത്രയധികം വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം വേറെ എങ്ങുമില്ല, കേരളത്തിൽ എങ്ങുമില്ല. അങ്ങനെ നോക്കുമ്പോൾ തലശ്ശേരിയാണ് ഏറ്റവും ആ നിലയിൽ ഈ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഏറ്റവും മികച്ച സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരിയുടെ വേറൊരു പ്രത്യേകത, ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കേന്ദ്രം തലശ്ശേരിയായിരുന്നു. തലശ്ശേരിയിലെ കോട്ടയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യം പണിത കോട്ട. അതിന് ശേഷമാണ് അവർക്ക് ബോംബെ കിട്ടിയത്. ബോംബെ കിട്ടുന്നത് പോർച്ചുഗലിലെ ഒരു രാജകുമാരിയെ ബ്രിട്ടീഷ് രാജാവ് കല്യാണം കഴിച്ചപ്പോഴാണ്. എന്നിട്ട് പോർച്ചുഗീസ് രാജാവ് ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനം കൊടുത്തതാണ് ബോംബെ. അങ്ങനെയാണ് വന്നത്. ആ കാലത്ത് തലശ്ശേരിയാണ് ഹൈക്കോടതി. ബോംബെയിലെ കേസുകൾ പോലും തലശ്ശേരിയിലാണ് അപ്പീൽ വരേണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കോടതികൾ 100-ാം വാർഷികമാണ് ആഘോഷിച്ചത്. തലശ്ശേരി കോടതി ആഘോഷിച്ച് 200-ാം വർഷമോ 300-ാം വർഷമായിട്ടാണ് ആ സമയത്ത്. അങ്ങനെയുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് തലശ്ശേരി. വിദ്യാഭ്യാസപരമായിട്ടും ഭരണപരമായിട്ടും ഈ ജുഡീഷ്യറിയുടെ സംബന്ധിച്ചും എല്ലാം. ടിപ്പു സുൽത്താൻ ആക്രമിച്ച് തകർത്ത ഒരു വലിയ ക്ഷേത്രമുണ്ട്, അതാണ് തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്രം. അത് ഇപ്പോഴും ടിപ്പു സുൽത്താൻ തകർത്തതുപോലെ ആണ്, അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ വന്നിട്ടില്ല. ആ ക്ഷേത്രത്തിന് ചുറ്റും വലിയ ഒരു അമ്പലപ്പറമ്പുണ്ട്. അന്ന് ടിപ്പു സുൽത്താൻ തകർത്ത 4 ഗോപുരങ്ങളുടെയും തറ ഇന്നും അവിടെ കിടക്കുകയാണ്. അതേപോലെ കിഴക്കേ ഗോപുരമുണ്ട്. ആ കിഴക്കേ ഗോപുരം അതിനും കുറേ കൂടെ കിഴക്ക് ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വെച്ച് ടിപ്പു പീരങ്കി വെച്ച് തകർത്തതാണ്. ആ പീരങ്കി വെച്ച് തകർത്ത ആ കിഴക്കേ ഗോപുരം അതേപോലെ നിൽക്കുന്നു. തകർത്തതിൻ്റെ മുകളിൽ പിന്നീട് എന്തോ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പഴയ ക്ഷേത്ര ഗോപുരമല്ല, അതിൻ്റെ തറയുടെ ഗോപുരമല്ല എന്ന് അറിയാൻ സാധിക്കും. ആ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ സ്വരൂപമല്ല ഇന്നുള്ളത്. അത്രയും വലിയൊരു ക്ഷേത്രം വേറെ കാണാനില്ല. ശരിക്കും മഹാക്ഷേത്രമാണ്. അതിൻ്റെ കുളം, ക്ഷേത്രത്തിൻ്റെ ചിറയുണ്ടല്ലോ, അതും വളരെ മനോഹരമാണ്. 1000 പേര് വന്നാലും സുഖമായിട്ട് കുളിക്കാനായിട്ടുള്ള കടവുകളുണ്ട് ആ ക്ഷേത്രത്തിൽ. പിന്നെ തലശ്ശേരിയാണ് നമ്മുടെ കളരിപ്പയറ്റിൻ്റെ ആസ്ഥാനം. നമ്മുടെ ചന്ദ്രേട്ടൻ്റെയൊക്കെ കുടുംബക്കാർക്കുണ്ട് ഒരു കളരി. അതേപോലെ CV നാരായണനാരുടെ കളരിയുണ്ട്. അങ്ങനെ 2-3 പുരാതനമായിട്ടുള്ള കളരികൾ അവിടെയുണ്ട്. അവിടെ പ്രചാരകനായിട്ട് ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ 5 മണിക്കാണ് അവിടെ ട്രെയിൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ VP ജനറേറ്ററിനും ഒക്കെ സ്റ്റേഷനിൽ വന്ന് കൊണ്ടുപോയി അവിടുത്തെ അഡ്വക്കേറ്റ് അടിയോടി വക്കീലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ അവിടെ താമസമാക്കി. ഞാനവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടുത്തെ ബ്രണ്ണൻ കോളേജ് പുതിയ ക്യാമ്പസിലേക്ക് മാറിയത്, ധർമ്മടം കുന്നിലേക്ക്. ധർമ്മടത്തേക്ക് മാറ്റി. അപ്പോൾ തിരുവങ്ങാട്ടുള്ള ധാരാളം സ്റ്റുഡൻസ് നമ്മുടെ സ്വയം സേവരുണ്ട് അവിടെ. അപ്പോൾ അവരുടെ കൂടെ ആ പുതിയ കോളേജ് കാണാനായിട്ട് പോയി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ധാരാളം സ്വയം സേവകരെ കാണാനായിട്ടുള്ള അവസരമുണ്ടായി. അവർ പലരും ഇന്നും നമ്മുടെ സംഘത്തിൻ്റെ വർക്കിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തലശ്ശേരിയിലെ സംഘചാലക് ശ്രീകുമാരൻ മാഷല്ലേ, എല്ലാം അവിടെ പഠിക്കുകയാണ്. പിന്നെ മറ്റെങ്ങും ഇല്ലാത്ത പോലെ ഏറ്റവും വിദ്യാസമ്പന്നരാണ് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി. അവിടുത്തെ ആളുകളെ പരിചയപ്പെടുക എന്നുള്ളത് തന്നെ ഒരു വലിയ എഡ്യൂക്കേഷനാണ്. പല ആൾക്കാരുമായിട്ട് സംസാരിക്കുക. തലശ്ശേരിക്കടുത്താണ് ധർമ്മടത്താണ് ആഗമാനന്ദ സ്വാമിയുടെ രാമാനുഷ്ഠാശ്രമം തുടങ്ങിയത് ആദ്യം. ഇപ്പോഴും അവിടെ ഒരു ആശ്രമം സ്കൂളുണ്ട്, ആശ്രമം ബസ് സ്റ്റോപ്പുണ്ട്. ഞാനവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് അങ്ങനെ സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ശാന്തമായ അന്തരീക്ഷമായിരുന്നു. നമുക്ക് അടിയോടി വക്കീലിൻ്റെ അവിടെ താമസമാക്കിയ കാരണം ആർക്കും നമ്മളോട് ഒരു ദ്വേഷം വരില്ല. അടിയോടി വക്കീലിനെ അവരൊക്കെ വിളിക്കുന്നത് ദൈവം പോലത്തെ മനുഷ്യൻ എന്നാണ്. എല്ലാ ദിവസവും ഷാഹിയിൽ വരുമായിരുന്നു. വടകര കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. തലശ്ശേരി കോടതിയിലെ ഈ അടിയോടി വക്കീലിൻ്റെ കേസുകളെല്ലാം ഉണ്ടായിരുന്നത് വടകര താലൂക്ക്, അതായത് കടത്തനാട് ഭാഗത്താണ്, കുറുമനാട് താലൂക്കിലാണ് കേസുകളധികം ഉണ്ടായിരുന്നത്. ആ കേസുകളെല്ലാം ജില്ല രൂപീകരിച്ച സമയത്ത് വടകര മുഴുവൻ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു. അപ്പോൾ ആ കേസുകളെല്ലാം അതിൻ്റെ അപ്പീലൊക്കെ കോഴിക്കോട് പോകണം എന്നുള്ള മട്ടും. അത് അടിയോടി വക്കീലിൻ്റെ കേസൊക്കെ ഉണ്ടായിരുന്ന കേസുകളൊക്കെ വടകരയ്ക്ക് പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അത് കാരണം അദ്ദേഹത്തിന് എല്ലാ ദിവസവും വടകര പോകണം. രാവിലെ ഒരു പാസഞ്ചർ ട്രെയിനിൽ വടകര പോകും, വൈകുന്നേരം ബസ്സിന് തിരിച്ചു വരും. കോടതി പരിപാടി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരാമല്ലോ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ
എല്ലാവരും സ്വയംസേവകരായിരുന്നു. പക്ഷേ ആരും പിന്നീട് കാര്യകർത്താക്കന്മാരായില്ല. അത് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. രാമകൃഷ്ണൻ ഡോക്ടർ ഏറ്റവും മികച്ച ഡോക്ടറാണ്. അത് ഞാൻ തലശ്ശേരിയിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് അദ്ദേഹം ഡോക്ടറായത്. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് കോളേജിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചേച്ചി ഉണ്ടായിരുന്നു, അവരും അവിടെ പഠിക്കുകയാണ്. അവരത് കഴിഞ്ഞിട്ട് ഈ രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചേർന്നു. പിന്നെ കോഴിക്കോട്ടേക്ക് മാറി തോന്നുന്നു കുറേ കഴിഞ്ഞിട്ട്. രാമകൃഷ്ണൻ്റെ ചേച്ചി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഏതോ ഒരു ഈ ട്രീറ്റ്മെൻറ്റിനുള്ള സബ്ജക്റ്റ് അല്ല, വേറെ ഏതോ ഒരു സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. അവർ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടി അവർക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അവർ അധികം കാലം. തലശ്ശേരിയിൽ നിന്നാണ് തേർഡ് ഇയറിന് പോയത് 1959. അന്ന് കേരളത്തിൽ നിന്ന് ഞാനും കാര്യാലയത്തിലുണ്ടായിരുന്ന മോഹൻജിയും അങ്ങാടിപ്പുറത്തുണ്ടായിരുന്ന CP ജനാർദ്ദനും, ഞങ്ങൾ 3 പേരാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നത് ബാലൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ 4 പേരും മലയാളികളായിരുന്നു ഇവിടുന്ന് പോയവർ. 59 അതിൻ്റെ ഒരു പ്രത്യേകത, നാഗ്പൂരിലെ ഏറ്റവും വലിയ ചൂട് വന്നത് ആ വർഷമാണ്. സാധാരണ അന്നത്തെ ഫാരൻഹീറ്റ് കണക്കാണല്ലോ, 110 ഡിഗ്രി 112 ഡിഗ്രിയിലൊക്കെ ആണ് നിൽക്കാറുള്ളത്. ആ കൊല്ലം 108 118 ഡിഗ്രി വരെ വന്നു. ഒരു ദിവസം 120 ഡിഗ്രി വന്നു. മേല് മുഴുവൻ ഇങ്ങനെ തടിച്ചു പൊങ്ങി. MA സാറ് ഉണ്ടായിരുന്നു കൂടെ. MA സാറ് ഒരുമിച്ചാണ്. ഞങ്ങളൊക്കെ തൃശ്ശിനാപ്പള്ളിയിലത്തെ OTCയിലേക്ക് സ്വയംസേവരെ കൊണ്ടുപോയി അവിടെ ഒരാഴ്ച താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നാഗ്പൂർ തുടങ്ങുക. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ കയറി ചെന്നൈയിൽ ചെന്നു. അപ്പോഴേ മുതൽ MA സാറിന് പനി തുടങ്ങി. തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ചെന്നൈയിൽ ചെന്നിട്ട് ചെന്നൈയിൽ നിന്നും പോയി നാഗ്പൂരിലെത്തി. MA സാറിൻ്റെ ശരിക്കും മെഡിക്കൽ OTC ആയിരുന്നു. ഏതാണ്ട് 4-5 ദിവസത്തിനപ്പുറം അദ്ദേഹം OTCയിൽ ഉണ്ടായിരുന്നില്ല, മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ MA സാറിന് മെഡിക്കൽ OTC എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ ഒരു 30 ദിവസം OTC ഉണ്ടായിരുന്നു അന്ന്. അതിലൊരു 20 ദിവസമെങ്കിലും മെഡിക്കൽ കോളേജിലായിരുന്നു. പക്ഷെ പോരാറായപ്പോഴത്തേക്കും അത് മാറി കേട്ടോ. തിരിച്ചു വരവിൽ പ്രശ്നം ഉണ്ടായില്ല. അവിടെ ഗുരുജിയുടെ ബൗദ്ധിക്ക് 17 ദിവസം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഗുരുജി തേർഡ് ഇയർ OTC കാലം മുഴുവനും അവിടെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളവിടെ ചെന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ അവസാനത്തെ ദിവസം വരെ ബൗദ്ധിക്കുണ്ടായിരുന്നു. ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളവരുടെ ഈ ബാലാസാഹബ് ദേവർസിനെയൊക്കെ അന്നാണ് ഞാൻ കാണുന്നത്, നേരത്തെ കണ്ടിട്ടില്ല. പിന്നെ ഭയ്യാജി നേരത്തെ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഭയ്യാജിയായിട്ട് പരിചയപ്പെട്ടതും എല്ലാവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ്. പിന്നെ ഡോക്ടർജിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള ധാരാളം മുതിർന്ന സ്വയംസേവരുണ്ട് അവിടെ. അവരുമൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടായി. ആ സമയത്ത് ഡോക്ടർജിയുടെ സ്മൃതി മന്ദിരം ഇല്ല. അവിടെ ഒരു വള്ളിക്കുടിലാണ് മുഴുവൻ ചെടികൾ പടർന്നു കയറുന്ന ഒരു സാധനം. നടുവിലിങ്ങനെ 1-2 സ്ഥലത്ത് അകത്ത് കയറാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയി പുഷ്പാർച്ചന നടത്തിയിട്ട് വരാം. പക്ഷേ ആ വള്ളിക്കുടിൽ മാറ്റിയിട്ട് അവിടെ സ്മാരകം പണിയാനായിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു ആ സമയത്ത്. എന്നിട്ട് അതിൻ്റെ ഒരു ചിത്രം എങ്ങനെ ഇരിക്കും പണിതാൽ എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഉണ്ടാക്കി വച്ചിരുന്നു. ആ ചിത്രം വരച്ചു വച്ചിരുന്നു. അതൊക്കെ പോയി കണ്ടു. പിന്നെ അവിടെ സംഘസ്ഥാൻ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം ഏതോ ഒരു കോളേജിൻ്റെയോ മറ്റോ പ്ലേ ഗ്രൗണ്ടാണ്. ആ സ്ഥലം പോരാ സംഘസ്ഥാനായിട്ട്. അതിൻ്റെ ബാക്കി മുഴുവനും ഈ മണ്ണിങ്ങനെ വിണ്ട് കയറി നിൽക്കുകയാണ്. ഒരാൾ പോയാൽ കാണില്ല, അത്രയധികം ആഴമുണ്ട് അവിടെ. ആ നാട്ടുകാരനെ മുഴുവനും വെളിമ്പറമ്പാണത്. നമ്മൾ രാവിലെ 4:45 അവിടെ ചെന്ന് ശാരീരിക ചെയ്തു തുടങ്ങിയാൽ 7:45 വരെ അവിടെയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളുടെ പ്രതിഷ്ഠ കാണാം ചുറ്റും. അതിന് പല ആൾക്കാരും ഇത് നമ്മുടെ ശാരീരികമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വന്നിരിക്കും. ഒരു മടിയില്ല ആളുകൾക്ക്, ആണുങ്ങൾക്കുമില്ല പെണ്ണുങ്ങൾക്കുമില്ല. എല്ലാവരും ഈ പരസ്യരാധനയാണ്. ഈ രാവിലത്തെ സംഘസ്ഥാൻ കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് നമുക്ക് ഭക്ഷണം തരിക, മുളപ്പിച്ച കടല. അത് കഴിഞ്ഞ് അവിടെ തന്നെ കുളിക്കണം. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പൈപ്പ് വെച്ചിട്ടുണ്ട്, ബക്കറ്റുകളുണ്ട്. നമുക്ക് അവിടെ തന്നെ കുളിക്കാം. അവിടെ തന്നെ കുളിച്ചിട്ട് വേണം നമ്മൾ ഹോസ്റ്റലിലേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടെ നിന്നൊരു 200-250 മീറ്റർ ഒരു ഏകദേശം 1/2 കിലോമീറ്റർ അകലെയുള്ളൊരു കോളേജ് ഹോസ്റ്റലാണത്. ആ ഹോസ്റ്റലാണ് താമസിക്കേണ്ടത്. റൂമുണ്ട്, പക്ഷേ റൂമിൽ എല്ലാവർക്കും കിടന്നുറങ്ങാനൊന്നും സാധിക്കില്ല. ഉറങ്ങാൻ സാധിക്കുകയില്ല ആ ഉഷ്ണം കാരണം. അപ്പോൾ പുറത്ത് ഇങ്ങനെ വല കെട്ടി അവിടെ പുറത്താണ് താമസിക്കുക. പുറത്ത് തറയിൽ കിടക്കണം. രാവിലെ 4:45 എണീറ്റ് പല്ലുയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പല്ലുയൊക്കെ ഗ്രൗണ്ടിലാണ് അവിടെ പോകണം. അങ്ങനെയായിരുന്നു. ശരിക്കും കഷ്ടപ്പെട്ട് പരിശീലനം നേടുക എന്നുള്ളതാണ് അതിൻ്റെ
തത്വം എന്ന് എനിക്ക് തത്വമാണോ അല്ലെങ്കിൽ നിവൃത്തികേടാണോ ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറേ കൂടെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്കും അവിടെ വെച്ച് അവിടെ ഞാൻ ഈ ചൂട് കൂടി എന്ന് പറഞ്ഞില്ലേ, ചൂട് കൂടിയ സമയത്ത് ഈ ദേഹം തടിച്ചു പൊങ്ങി, അപ്പം പോലെയായി ഇവിടെയൊക്കെ. തടിച്ചു പൊങ്ങിയ സമയത്ത് തന്നെ അവിടെ കൊണ്ടുപോയി അവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കിടത്തി കഴിഞ്ഞ് അപ്പോൾ എല്ലാ ദിവസവും ഗുരുജി ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോരുത്തരെ നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ ഈ ഒരു ഡോക്ടറും പിന്നെ 2-3 അസിസ്റ്റൻസും ഉണ്ട് അവിടെ. അവർക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ. അവരോട് പറഞ്ഞു. ഏതായാലും 4 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ തന്നു. ഇഞ്ചക്ഷൻ തന്നതോടുകൂടി ഈ തടിപ്പ് മാറി. അപ്പോൾ 4 ദിവസത്തെ ശാരീരിക നഷ്ടപ്പെട്ടു, ഭൗതിക നഷ്ടപ്പെട്ടു. അന്നത്തെ വലിയ നഷ്ടം എന്ന് പറയാൻ അതായിരുന്നു. ഈ നാഗ്പൂരിൽ വേറൊരു രസം എന്താണെന്നറിയാമോ? രസം എന്ന് വെച്ചാൽ ഞങ്ങളിൽ എനിക്ക് ചെരുപ്പില്ല, മോഹൻജിക്ക് ചെരുപ്പുണ്ടായിരുന്നു, പിന്നെ വേറെ ഒരാൾക്കും കൂടെ CP ജനാർദ്ദനും ചെരുപ്പില്ലായിരുന്നു. അവന് ഞങ്ങൾ ഇങ്ങനെ ചെരുപ്പില്ലാതെയാണ് അതിലേക്ക് നടക്കുക. അപ്പോൾ ചെരുപ്പില്ലാതെ നടക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ നിന്നുള്ളവരായിരിക്കുന്നതാണ് അവിടെയുള്ള ആൾക്കാരുടെ വിചാരം. പുറമേ ഈ ഇത് കഴിഞ്ഞിട്ട് ശിബിരം കഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള അവസരം കിട്ടിയല്ലോ. അങ്ങനെ പോകുന്ന സമയത്തും ഇത് തന്നെയാണ് അവസ്ഥ. ചെരുപ്പില്ലാതെയാണ് നടക്കുക. അവിടെ വെച്ച് ഒരു ചെരുപ്പ് മേടിക്കാനായിട്ടുള്ള പൈസ വേണ്ടേ? അതുമില്ല. അവിടെ രാവിലത്തെ ഭക്ഷണമില്ല, ചായ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ നമുക്ക് ഭക്ഷണമായി കഴിക്കാം, പക്ഷേ അതിന് പൈസ വേണ്ടേ? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചായ കഴിക്കാനും അതേപോലെ ഈ എണ്ണിച്ചുട്ട അപ്പം പോലെ പൈസ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇത്ര ചിലവാക്കാവുള്ളൂ എന്നുള്ള ഹോട്ടലിൽ. അങ്ങനെ അവിടെ കഴിഞ്ഞു. പല ദിവസവും രാവിലെ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്നൊന്നും കഴിക്കാതെയാണ്, ക്യാൻറ്റീൻ പോയി വന്നിട്ടാണ് കഴിക്കുക. അവിടെ മറ്റേ മുളപ്പിച്ച കടല കിട്ടും, ആ മുളപ്പിച്ച കടലയാണ് കഴിക്കേണ്ടത്. പിന്നെ അവർ കഞ്ഞി ഉണ്ടാക്കി തന്നു. പിന്നെ അവിടുത്തെ തൈരുണ്ട്. ആ തൈരിൽ എന്തോ ഒരു മസാല പോലെ ഒരു സാധനം ചേർക്കും, അതിൻ്റെ സ്വാദ് പിടിക്കില്ല. അത് കൂടാതെ വെറും തൈര് മതി എന്ന് പറഞ്ഞിട്ട് വെറും തൈര് വാങ്ങി, അതിനുവേണ്ടി പ്രത്യേകം ചീട്ടൊക്കെ വാങ്ങിയിട്ട് വെറും തൈര് മാത്രമായിട്ട് കഴിച്ചു. അവിടുത്തെ മറ്റേ കറികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്തതാണ്. അങ്ങനെ ഉള്ള ഒരു ഇപ്പോൾ കഷ്ടപ്പെട്ട് പരിശീലനം നേടണമെന്നുള്ളതാണോ അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. അതായിരിക്കണം എന്നാണ് എൻ്റെ ധാരണ.